ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു നെയ്യുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ഇത് ഇന്നലെ വൈകുന്നേരം തിളപ്പിച്ച പാലാണ് കേട്ടോ. ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇപ്പോൾ രാവിലെ അതിൽ നിന്ന് പാട എടുത്ത് ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് കഴിയുമ്പോൾ പാലിൽ മുകളിൽ നല്ല കട്ടിയിൽ പാട ഉണ്ടാവും. അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടാവും. അങ്ങനെ ഒരു 2 മാസത്തോളം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള പാടയാണ് കേട്ടോ. ഇത് നമ്മളെന്തായാലും പാട മാറ്റിയില്ലെങ്കിൽ നമ്മൾ ചായയൊക്കെ എടുക്കുമ്പോൾ അരിക്കുന്ന സമയത്ത് പാടയെല്ലാം ആ കൂട്ടത്തിൽ പോകും, വേസ്റ്റിൽ പോകും. അപ്പോൾ അതിന് പകരം നമുക്ക് ലാഭമായിട്ട് നല്ല ലാഭത്തിൽ നെയ്യ് ഉണ്ടാക്കാം. ആ പാലിന് കൊടുക്കുന്ന പൈസ നമുക്ക് കുറേയൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മുതലാക്കാം, നല്ല നെയ്യും കഴിക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് കുറച്ച് സമയമായി. ഇപ്പോൾ ഇത് മെൽറ്റായിട്ടുണ്ടൊന്ന്. മെൽറ്റായാലാണ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിക്കാൻ പറ്റുള്ളൂ. എന്നാൽ തണുപ്പ് വേണം. തണുപ്പുണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം, ഐസിട്ട് നല്ല തണുത്ത വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ കുറേശ്ശായിട്ട് വെള്ളം ഈ പാലിൻ്റെ പാടയും കൂടെ ചേർത്തിട്ട് അടിക്കുന്നത്. പിന്നെ അടിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വെണ്ണ എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് വലിയ പാത്രം, കട്ടിയുള്ള വലിയ പാത്രം, അതിൽ ഞാൻ കുറച്ച് വെള്ളം ഐസിട്ട് വെച്ചിട്ടുണ്ട്. എന്നാലാണ് നല്ല കട്ടിയായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കലങ്ങിപ്പോവും. പിന്നെ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് വെണ്ണ മാറ്റി കഴിഞ്ഞിട്ടുള്ള ഓരോ പ്രാവശ്യവും മിക്സിയുടെ ജാറിൽ വരുന്ന ആ പാലിൻ്റെ ബാക്കി ഭാഗം ഒഴിച്ച് വെക്കാനൊരു കലവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ കുറച്ച് വീതം ഇട്ടാലാണ് അത് പെട്ടെന്ന് നമുക്ക് കട്ടിയായിട്ട് കിട്ടുള്ളൂ. അതിനൊരു സ്പേസ് വേണം. ഞാനിപ്പോൾ ഒരു 3 കയ്യിലിട്ടു. പിന്നെ തണുത്ത വെള്ളം, ഐസ് വാട്ടർ കുറച്ചൊഴിച്ച്. ഇനി നമുക്കൊന്ന് വെള്ളം വേണമെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഒഴിക്കാം. ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോ ആയിട്ട് പോകും നമ്മൾ അടിക്കുമ്പോൾ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് മിക്സി ഓണാക്കാം. അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 2 സെക്കൻഡ് അടിച്ചാൽ മതി. ഐസ് വാട്ടർ ഇട്ടേക്കുന്നതുകൊണ്ട് വേഗം കട്ടിയായിട്ട് കിട്ടും. അധികം നേരമായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മൂടി മാറ്റി കാണിച്ചു തരാം. കണ്ടോ, കട്ടിയായിട്ടിരിക്കുന്നുണ്ടോ? ഇനി അത് നമുക്ക് കയ്യിലുകൊണ്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് എടുക്കാം. ഇതെടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഐസ് വാട്ടറിലേക്ക് ഇടാം. കലങ്ങിയൊന്നും പോകില്ല. ഇനി വെണ്ണ മാറ്റി ബാക്കിയുള്ള പാല് മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്ക് ഒരു കലത്തിലേക്ക് ഒഴിച്ച് വെക്കാം. തീരെ കട്ടിയില്ലാത്തതാണ് നമ്മൾ വെള്ളം ചേർത്തുകൊണ്ട്. അതിൽ കുറേശ്ശൊക്കെ ഉണ്ടാവും വെണ്ണയുടെ അംശം, അത് നമുക്ക് അവസാനം അരിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള കംപ്ലീറ്റ് പാൽപ്പാടയോടെ ഞാൻ അടിച്ചെടുത്തിട്ട് വരാം. മുഴുവൻ നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും വെണ്ണ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ പാത്രത്തിലാണ് ഇരിക്കുന്നത്. ഇതിനി നമ്മൾ പല പ്രാവശ്യം വെള്ളം മാറ്റി വേറെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കൈ കൊണ്ടോ ഇളക്കി കഴുകി വെള്ളം നല്ല ക്ലീൻ ആവണം വരെ. ഇത് ഒഴുകി പോവുകയൊന്നുമില്ല, കട്ടയായിട്ട് തന്നെ ഇരുന്നുള്ളൂ. നല്ല ക്ലീൻ ആവണ വരെ കഴുകാം. ഇപ്പോൾ അതിൽ നിന്ന് വെണ്ണ മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാലിൻ്റെ അത് തീരെ കട്ടിയില്ലാത്തതാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം അത് മോരുവെള്ളമായിട്ട് എടുക്കാൻ പറ്റും. അധികം പുളിയൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. ഇതിപ്പോൾ നല്ല ക്ലീനായിട്ടുണ്ട്. ഇപ്പോൾ ഇനി കഴുകണമെന്നില്ല. ഇനി നമുക്ക് ഈ വെള്ളം ഫുള്ള് ഊറ്റിക്കളഞ്ഞിട്ട് വേണം ഉരുക്കാൻ വെക്കാനായിട്ട്.
വെള്ളം കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. തീർച്ചയായിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തില്ലാന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, ചേർത്താൽ നന്നായിരിക്കും. ചെറിയൊരു മഞ്ഞ കളറൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. വളരെ കുറച്ച് ചേർത്താൽ മതി. ഇത് കംപ്ലീറ്റ് ഇടണമെന്നില്ല കേട്ടോ. ഇനി നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് പൊങ്ങി പോവാതെ നോക്കുക. നമ്മൾ അടുത്തുനിന്ന് മാറാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ചൂടായി വരുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ കുറച്ചൊന്നും കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നല്ല നെയ്യ് ഉണ്ടാക്കാൻ, നെയ്യ് തന്നെയല്ല എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മടിയൊക്കെ ഉപേക്ഷിച്ചിട്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാൽ മതി. നമുക്ക് കുട്ടികൾക്ക് നല്ല നെയ്യ് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ല ചൂട് ചോറിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് മാങ്ങാച്ചാറും ഒരു മുട്ട പൊരിച്ചതും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. നല്ല രുചി ഉണ്ടാവും. നമ്മൾ വെള്ളം കംപ്ലീറ്റ് മാറ്റിയാലും അതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ തിളച്ച് പതുക്കെ വറ്റി വരണം. അപ്പോഴാണ് നമ്മൾ വലിയ പാത്രം എടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതെന്തായാലും തിളച്ചിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കണില്ല, ഇളക്കി കൊടുക്കണില്ലെങ്കിൽ അത് ഇങ്ങനെ തിളച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഒരു 5-8 മിനിറ്റ് എടുക്കും ഇത്. ഇനിയിപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് വെള്ളം വറ്റി നെയ്യ് തെളിയാൻ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിളയ്ക്കുന്ന രീതിക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി വെളുത്ത് ഈ പതപോലെ വരുന്നത് അതൊന്ന് മൂക്കണം. അതൊന്ന് ബ്രൗൺ നിറമായി തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ചൂടാറാൻ വെക്കാം. ചൂടാറി കഴിഞ്ഞാൽ ഏതെങ്കിലും ചില്ലിൻ്റെ കുപ്പിയിൽ വെച്ചേക്കാൻ. കണ്ടത് ഇപ്പോൾ നെയ്യ് തെളിയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അടിയിലിങ്ങനെ കീടും പോലെ ഉണ്ടാവും. അതൊന്ന് ചെറിയൊരു ബ്രൗൺ നിറം, ഒരുപാട് കരിഞ്ഞു പോരുത്. അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് മാറും. അത് കാണാൻ പറ്റണല്ലേ, നല്ല മണമുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ഉരുകാൻ. അപ്പോൾ ഇത് അടിയിലങ്ങനെ കാര്യമായിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഗ്ലാസിൻ്റെ ബോട്ടിലിൽ അതിൽ ഒഴിച്ച് സൂക്ഷിക്കാൻ. എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കും. പിന്നെ ഈ ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ കുപ്പിയിൽ ഒഴിച്ച് വെച്ച് അത് തണുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കട്ട് ചെയ്യും. നല്ല രുചിയുണ്ട്, നല്ല മണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.